നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളം കുടിശ്ശികയുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാർ നിർത്തലാക്കിയോ, അതുപോലെ തന്നെ ഇനി ലഭിക്കണമെങ്കിൽ വീണ്ടും അപേക്ഷ നൽകേണ്ടി വരുമോ, നിലവിൽ അപേക്ഷിച്ച ആളുകളുടെ സ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫോളോ ബട്ടൺ കൂടി അമർത്തി വെക്കുക. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പ്രഖ്യാപിക്കുകയും 2-3 മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെയും പറഞ്ഞിരുന്നില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ വഴി കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നെങ്കിലും ഇതുവരെയും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട ആരെങ്കിലും ഒരു കാര്യം ഔദ്യോഗികമായി നമ്മെ അറിയിച്ചിരുന്നില്ല. ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുന്നുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് അപേക്ഷ കൊടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകളിൽ തെറ്റുകളുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. അനർഹമായിട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. നമുക്കറിയാം, മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളിലെ ആളുകൾക്ക് മാത്രമായിരുന്നു അപേക്ഷിക്കാൻ അവകാശമുണ്ടായിരുന്നത്. എന്നാൽ അനർഹമായി റേഷൻ കാർഡിൽ പേര് ചേർത്തതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ ഒരു അപേക്ഷയിലേക്ക്, ഈ റേഷൻ കാർഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ അപ്രൂവൽ ചെയ്യുകയും പെട്ടെന്ന് തന്നെ പണം നൽകിയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ സർക്കാർ ഈ ഒരു പദ്ധതി നിർത്തണമോ അതല്ലെങ്കിൽ തുടരണമോ എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിപ്പോൾ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, 6 മാസത്തോളമായി നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ആ സ്ഥലത്തെ റേഷൻ കാർഡിലായിരിക്കും നമ്മുടെ പേരുണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വീട് വെക്കുന്നതിന് മുമ്പെടുത്ത റേഷൻ കാർഡ് ചിലപ്പോൾ ചുവപ്പോ മഞ്ഞോ ആയിരിക്കും. പിന്നീട് വീട് വലുതാക്കിയ ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്നും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുകയില്ല. പക്ഷേ അവർ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുകയും ഈ പദ്ധതിയിൽ അപേക്ഷ നൽകുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും പുതിയ പെൻഷൻ അതല്ലെങ്കിൽ പുതിയ കഴിഞ്ഞ അപേക്ഷ അപ്രൂവലാകുകയും പെൻഷൻ ലഭിച്ച ആളുകളെല്ലാം ഒഴിവാക്കുകയും അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച ആളുകളിലെല്ലാം പരിഗണിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് പുതിയ സർക്കാരിൻ്റെ ബജറ്റിന് ബാക്കിയുള്ളത്. ഈ മാസം 19-ാം തീയതിയാണ് പുതിയ സർക്കാരിൻ്റെ ബജറ്റ്. ഈ ഒരു ബജറ്റ് അവതരണത്തിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ തുടക്ക സമയത്ത് ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നൽകിയിരുന്ന ഈ ഒരു പെൻഷൻ ഒരുപാട് ആളുകൾക്ക് വളരെ ഉപകാരമുള്ളതായിരുന്നു. നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും ഇല്ലാത്ത ആൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും നമുക്ക് സർക്കാരിൻ്റെ പുതിയ ബജറ്റിന് വേണ്ടി കാത്തിരിക്കാം. ഈ ഒരു ബജറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടി വെക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.